നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിവിൽ സ്റ്റേഷനും പരിസരവും മാലിന്യമുക്തമാക്കി ഹരിതവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടക്കമിട്ടു. ക്ലീൻ ആൻഡ് ഗ്രീൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് ആവേശമായി. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം തൊഴിലാളികളും NSS വളണ്ടിയർമാരും കളക്ടറേറ്റിലെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികളും RGSA കോർഡിനേറ്റർമാരും ഉദ്യോഗസ്ഥരും ശുചീകരണ തൊഴിലാളികളുമെല്ലാം കളക്ടർക്കൊപ്പം ഒന്നിച്ചിറങ്ങിയതോടെ ശുചീകരണം അതിവേഗത്തിലായി. വരും ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ തുടരുകയും മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനുമായി സഹകരിച്ച് സിവിൽ സ്റ്റേഷനിലെ ഗാലറികളും മറ്റും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നതോടെ ക്ലീൻ ആൻഡ് ഗ്രീൻ ലക്ഷ്യം പൂർത്തീകരണത്തിലെത്തും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതി, ഹർഘർ തിരങ്ക, ഹർഘർ സ്വച്ഛതാ ക്യാമ്പയിൻ എന്നിവയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിലാണ് മെഗാ ക്ലീനിംഗ് തുടക്കമായത്. ഓഫീസുകളിലെ ഈ മാലിന്യം ശുചിത്വ മിഷന്റെയും കോർപ്പറേഷന്റെയും സഹായത്തോടെ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. ADMP സുരേഷ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ET രാഗേഷ്, രാജ്, PT പ്രസാദ്, ഫസിൽ അഹമ്മദ്, CP മണി, ഡെയ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ബാങ്ക് വായ്പകൾക്കുള്ള മൊറട്ടോറിയം മാറ്റമില്ലാതെ തുടരുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. വിലങ്ങാട് പുനരധിവാസ പ്രവർത്തികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മൊറട്ടോറിയം നിലനിൽക്കെ വായ്പ തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായും ഇതിന് ലീഡ് ബാങ്ക് മാനേജറെ ചുമതലപ്പെടുത്തിയതായും കലക്ടർ അറിയിച്ചു. മൊറട്ടോറിയം വ്യവസ്ഥകൾക്ക് വിപരീതമായി വായ്പ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ബാങ്കുകളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചാൽ അക്കാര്യം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കണം. ഉരുൾപൊട്ടലുണ്ടായ വാണിമേൽ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുമതി നൽകുക GPS ലൊക്കേഷൻ പരിശോധിച്ച ശേഷമായിരിക്കുമെന്നും കലക്ടർ അറിയിച്ചു. NIT റിപ്പോർട്ട് അനുസരിച്ച് 9, 10, 11 വാർഡുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ വിലക്കിയിരുന്നു. പഞ്ചായത്ത് പരിധിയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ ആവശ്യമെങ്കിൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള ക്യാമ്പുകൾ സജ്ജമാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി, തഹസിൽദാർ എന്നിവരോട് കലക്ടർ ആവശ്യപ്പെട്ടു. കടൽക്ഷോഭത്തിൽ തകർന്ന ശാന്തിനഗർ കോളനി കടൽഭിത്തിയുടെ അടിയന്തര പ്രവൃത്തിക്ക് 10 ലക്ഷം രൂപയും കാപ്പാട് കടൽഭിത്തിയുടെ അടിയന്തര നിർമ്മാണത്തിന് 20 ലക്ഷം രൂപയും അനുവദിച്ചതായും കലക്ടർ അറിയിച്ചു. ഡെപ്യൂട്ടി കലക്ടർ M രേഖ, വടകര തഹസിൽദാർ D രഞ്ജിത്ത്, N മനോജ്, ബൈജു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ കോഴിക്കോട്ട് നടക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പതിപ്പിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കോർപ്പറേഷൻ പരിധിയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ സഹകരണത്തോടെയാണ് പ്രചാരണം. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മൊഫീസൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുഹമ്മദ് ജാബിർ അധ്യക്ഷത വഹിച്ചു. ഫസിൽ അഹമ്മദ്, ഓട്ടോറിക്ഷ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, കലോത്സവം സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ അറിയിപ്പുകൾ നോക്കാം. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 6 മാസത്തെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ, റെഗുലർ, പാർട്ട് ടൈം കോഴ്സുകളിലേക്ക് ഇന്റേൺഷിപ്പിന് അവസരവും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ലഭിക്കും. ഫോൺ 7994449314. കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് ആവശ്യത്തിനായി പ്രതിമാസ വാടക കരാറിൽ ഓടാൻ 5 സീറ്റ് AC കാറിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 22 വൈകിട്ട് 3-നകം നൽകണം. ഫോൺ 0452373660. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന നൈപുണ്യ പരിശീലന പദ്ധതിയുമായി സഹകരിക്കാനും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ ഉറപ്പ് നൽകാനും തയ്യാറുള്ള സ്വകാര്യ സംരംഭകരിൽ നിന്ന്, സർക്കാർ ഏജൻസികളിൽ നിന്നും, സർവകലാശാലകളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. 3 മുതൽ 6 മാസം വരെയുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾക്കാണ് ആനുകൂല്യം അനുവദിക്കുന്നത്. ഒരാൾക്ക് സ്റ്റൈപ്പൻഡ്, ഫീസ് എന്നിവ ഉൾപ്പെടെ പരമാവധി 25,000 രൂപ അനുവദിക്കും. പദ്ധതിയുമായി സഹകരിക്കാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് മുഖേന ഓഗസ്റ്റ് 15-നകം അപേക്ഷിക്കണം. ഫോൺ 0471 272 7378 0471
27277379. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിലേക്ക് ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. പ്രായപരിധി 35 വയസ്സ്. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഓഗസ്റ്റ് 20 വൈകിട്ട് 5 മണി. ഫോൺ 0496259272. മൊബൈൽ 9745426320. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിലെ അൺഅറ്റാച്ച്ഡ് തൊഴിലാളികളും നിലവിൽ അംശദായം അടച്ചുകൊണ്ടിരിക്കുന്ന സ്കാറ്റേർഡ് തൊഴിലാളികളും ഓഗസ്റ്റ് 31-നകം AIIS രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് ജില്ലാ ചെയർമാൻ അറിയിച്ചു. അക്ഷയ കേന്ദ്രം വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഫോൺ 0495236680. കേരളത്തിലെ മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾ വാങ്ങാൻ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റുകൾ വഴി ലഭിക്കും. ഫോൺ 049523777786. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.